കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാ ഭാര്യമാരും ഇങ്ങനെ തന്നെ. ഭർത്താവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിലയില്ല. ഞങ്ങളെ വെച്ച് തമാശ ഉണ്ടാക്കും, ആവശ്യമില്ലാതെ കുറ്റവും പറയും. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെ നാണം കെടുത്തും. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. എന്നെ പോലുള്ളവരെ വിശ്വസിക്കാനേ പറ്റില്ല. നല്ല വിലയുള്ള സാരി വാങ്ങി തന്നാലും ആ സാരി തുമ്പി തന്നെ എന്നെ കെട്ടിയിടുന്ന ആളല്ലേ നീ. എന്റെ അനിയ നീ പറയുന്നൊക്കെ കേൾക്കുമെന്ന് കരുതി എന്നെ പറ്റി ഇങ്ങനെ കുറ്റം പറയാല്ലേ? അബിക്ക് ഏട്ടനോട് ഭയങ്കര ബഹുമാനോ? അവൻ എന്നോട് ബഹുമാനം കുറവൊന്നുമില്ല. പക്ഷേ ഇവൻ ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ, ഇവന്റെ മുമ്പിൽ എന്റെ മാനം പോയത്. ഇവനല്ലെങ്കിൽ എന്നെ ഒരു ബഹുമാനമില്ല. ഇല്ല ഏട്ടാ, അഖിലിന് ഏട്ടനോട് നല്ല ബഹുമാനമുണ്ട്. എന്ത് ബഹുമാനം? അവൻ എന്താ ചെയ്തേ നോക്ക് നോക്ക്. അഖിൽ, സോറി ഏട്ടത്തി, സോറി ഏട്ടാ. അവ സോറി പറഞ്ഞല്ലോ. അത് ഞാൻ കേട്ടു. പോ. പറഞ്ഞതൊക്കെ രണ്ടുപേർക്കും ഓർമ്മയുണ്ടല്ലോ. 5 തെരുവും ചുറ്റി വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ ആരോടും ഒന്നും സംസാരിക്കരുത്. നിങ്ങളും പരസ്പരം സംസാരിക്കരുത്. കാർത്തിക മൗനമായിട്ടിരിക്കുന്നത് ഹൈലി ഇമ്പോസിബിൾ ആമേ. ഇവളൊരു വാ പോയ കോടാലിയാ. കാർത്തിക പിന്നെയും ഭേദമാടാ. നിന്റെ ഏട്ടത്തെ നോക്ക്, വാ തുറന്നാ പിന്നെ അലച്ചോണ്ടിരിക്കും. ഏതോ വലിയ രാഷ്ട്രീയക്കാരി ആകേണ്ടവള് വഴി തെറ്റി എന്റെ ഭാര്യ ആയതാ. വലിയ പൊളിറ്റീഷ്യൻ ആകേണ്ടവളെ നീ കല്യാണം കഴിച്ചിരിക്കുന്നത്. നീ ഹാപ്പിയല്ലേ ഭാസ്കറേ? പുറത്ത് രാഷ്ട്രീയം കളിച്ചില്ലെങ്കിൽ എന്താ, ഇവിടെ ആവശ്യമുള്ളതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് വാ അടയ്ക്കാമോ? ഒരു അവസരം കിട്ടിയ നുഴ ഞങ്ങൾ കേറിക്കോളും. ഞാനെന്താടാ പറഞ്ഞത്? നീയല്ലേ ആദ്യം തുടങ്ങിയത്. വിട്ടേ കേട്ടത്തി, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. കെയർഫുൾ കാർത്തിക, നീ ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്ന വ്രതവാ. ലൈഫിൽ ആദ്യമായിട്ട് നിന്റെ വായിക്ക് സിബിടാൻ പോവാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. കാർത്തിക അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പെണ്ണല്ല. നീ പേടിക്കണ്ട. ഭാവനെ, നീ ഇവരോടൊപ്പം പോയി കാര്യങ്ങൾ പൂർത്തിയാക്കി തിരിച്ചിവരെ കൂട്ടിക്കൊണ്ടുവാ. ശരി അമ്മേ. അവളെന്തിനാ അമ്മേ? ഇവരുടെ വ്രതത്തിന് ഭംഗം വരുത്താനോ? ഈ 2 പാവങ്ങളെ എന്തിനാ വിഷമിപ്പിക്കുന്നേ? ഭാസ്കർ, എന്റെ മരുമകളെ കളിയാക്കിയതൊക്കെ മതി. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ? നിങ്ങൾ ഇറങ്ങിക്കോളൂ. നിന്നെ എന്താ എന്റെ ഭാര്യയോട് കണ്ണും കൈയൊക്കെ കാണിച്ചത്? ഇവൻ കണ്ടോ? അതൊന്നുമില്ല മോനെ, പോകുന്ന കാര്യം സക്സസ് ആയിട്ട് ചെയ്തു വരണം എന്ന് കൈ കാണിച്ചതാ. അങ്ങനെയാണോ അതോ അവര് പോയ കാര്യത്തിന് തുരങ്കം വെച്ചതാണോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂടാ ഭാസ്കർ മോനെ. ഈ മുഖത്തിന് അയ്യോ പാവം ചേരുന്നില്ല. മര്യാദക്ക് സത്യം പറഞ്ഞോ, എന്ത് പ്ലാനാ ചെയ്തേ? എന്താടാ കൊച്ചുമോനെ, രാവിലെ എന്റെ ഉറക്കം കളഞ്ഞത് പോരാഞ്ഞിട്ട് നീ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നോ? എനിക്ക് ഉറക്കം വരുന്നതാ, ഞാൻ പോയി കിടക്കാം. വായ നടച്ചു വെക്ക്, അതിന്ന് ഈ വിഷമൊക്കെ പുറത്തേക്ക് വരുന്നേ. നിനക്കല്ലേലും എന്നെ കാണുമ്പോ കളിയാക്കല് കൂടുതലാ. ഇന്ന് ഇളയമ്മ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ, ചാട്ടുക നല്ലോണം പഴുപ്പിച്ച് ഇളയമ്മയുടെ ചന്തിക്ക് വെക്കും. വായട്ടാ. മോണ്ടന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാടാ പ്ലാൻ കൊടുത്തിരിക്കുന്നേ. ചേച്ചി, ചേച്ചി, കാർത്തിയാനി ചേച്ചി. എന്താ മോളെ ഭാവനെ, രാവിലെ തന്നെ ഈ വഴിയൊക്കെ? എന്റെ അനിയത്തിമാര്
വാതിൽപ്പടി ഗൗരി വ്രതം എടുക്കുവോ? ചേച്ചിക്ക് വെറ്റിലയും പാക്കും തന്ന അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാ. ശരി, നിക്കതാ വരുന്നു. വസു, കാർത്തിക, താങ്ക് യു ചേച്ചി. ശരി, പോയിട്ട് വരാം. ആന്റി, സരസ്വതി ആന്റി, ആന്റി, സരസ്വതി ആന്റി. എങ്ങനെയെങ്കിലും വസു ഏട്ടത്തിയുടെ വാ തുറപ്പിച്ച് ഏട്ടത്തിയുടെ വ്രതം ഇല്ലാതാക്കണം. സരസ്വതി ആന്റി, എന്താ മോളെ ഭാവനെ? എന്റെ അനിയത്തിമാര് വാതിൽപ്പടി ഗൗരി വ്രതം എടുക്കുവാണ്. ആന്റിക്ക് വെറ്റിലയും പാക്കും തന്ന അനുഗ്രഹം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ. ഓ അങ്ങനെയോ? ശരി. വസു, കാർത്തിക, വെറ്റിലയും പാക്കും കൊടുക്ക. കാർത്തിക, സൂക്ഷിച്ച്. എന്താ മോളെ ഇത്? വാതിൽപ്പടി വ്രതമാണെന്ന് പറഞ്ഞിട്ട് ആ മോള് സംസാരിക്കുന്നുണ്ടല്ലോ. വ്രതം കഴിയുന്നതോരെ സംസാരിക്കാൻ പാടില്ലല്ലോ. സോറി ആന്റി, വീഴാൻ പോയപ്പോ പറഞ്ഞു പോയതാ. അവിടെ ദൂരെ സംസാരിച്ചതേ ഇല്ലായിരുന്നു. പ്ലീസ് വെറ്റിലയും പാക്ക് വാങ്ങ ആന്റി. പറ്റില്ല മോളെ. വ്രതം കൃത്യമായി എടുക്കാത്തവരിൽ നിന്ന് വെറ്റിലയും പാക്കും വാങ്ങിയാൽ എന്റെ കുടുംബത്തിന് അത് നല്ലതല്ല. എന്തിനാ കാർത്തിക ഇങ്ങനെയൊക്കെ ചെയ്തേ? സോറി ഏട്ടത്തി, കാല് സ്ലിപ്പായി പോയതാ. വസു, ഇപ്പൊ ഈ മൗനവ്രതം മുടങ്ങിയത് കൊണ്ട് നിനക്ക് ഈ വ്രതം എടുക്കാൻ പറ്റില്ല. വെറ്റിലപ്പൊക്കെ കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ കുടുംബത്തിന് നല്ലതല്ല. ഇവിടെ വെച്ച് ഈ വ്രതം നിർത്താം. അപ്പോ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാലോ?
ഗൗരി ദേവി, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ഈ കാരണം കൊണ്ടൊന്നും സംഭവിക്കില്ലേ? പോയിട്ട് വരാം ആന്റി. ദേ നോക്ക്, ഈ കാര്യം അച്ഛൻ അറിയാൻ പാടില്ല. അച്ഛൻ എങ്ങനെ അറിയാനാ? നീയും പറയില്ല, ഞാനും പറയില്ല. പക്ഷെ ഞാനത് അറിഞ്ഞല്ലോ. നിങ്ങൾ എന്താ ചെയ്തെന്ന് എനിക്കറിയാം. ഞങ്ങളൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ എങ്ങനെ പേടിക്കുന്നേ? ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ പേടിച്ച് നിൽക്കുവാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ എന്തിനു പേടിക്കാനാ? നിങ്ങൾ തെറ്റ് ചെയ്തോണ്ടാ പേടിക്കുന്നത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല. ചെയ്തിട്ടുണ്ട്. അതിന് നീ കണ്ടോ? കണ്ടതുകൊണ്ടല്ല ഞാനിപ്പോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ആരോടും പറയരുത്. ഞാൻ പറയും. ആരോട് പറയാനാ? അച്ഛന്റെ അടുത്ത്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റിനെ കുറിച്ച് ഞാൻ അച്ഛനോട് പറയും. നീ പറഞ്ഞ നമ്മുടെ അച്ഛനും നിന്റെ അമ്മയും തമ്മിൽ വഴക്കാവും. നിന്നെ നിന്റെ അമ്മയും ഈ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കില്ല. ഉടനെ തന്നെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഇപ്പൊ ചെന്ന് പറയോ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയി പറയും. കാർത്തിക, ഒരു മിനിറ്റ്. എന്താ ഏട്ടത്തി? വസു സംസാരിച്ച കാര്യം വീട്ടിൽ ആരോടും പറയരുത്. പക്ഷേ ഏട്ടത്തി, ഞാൻ കള്ളം പറയത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ. നിന്നോട് കള്ളം പറയാനല്ല പറഞ്ഞത്, സത്യം പറയണ്ടെന്നാ പറഞ്ഞ. സത്യത്തെ മറച്ചു വെക്കുന്നതും കള്ളത്തരമല്ല ഏട്ടത്തി. ഇത് നോക്ക് കാർത്തിക, കൊച്ചു കുട്ടികളെ പോലെ പെരുമാറല്ലേ. വസു സംസാരിച്ചത് നിനക്ക് വേണ്ടിട്ടാ. ഇവള് പലതവണ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ സാരിയുടെ കാര്യത്തില് വസു നിനക്ക് എന്ത് വലിയ ഹെൽപ്പാ ചെയ്തെന്ന് നീ മറക്കരുത്. ഇന്ന് രാവിലെ പോലും നീ ഉറങ്ങുന്ന സമയത്ത് നീ റെഡിയാവുകയാണെന്ന് അമ്മയുടെ കള്ളം പറഞ്ഞു. ഇപ്പൊ നീ സത്യം പറഞ്ഞ അമ്മ വസുവിനെ വഴക്ക് പറയാൻ തുടങ്ങും. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഡോണ്ട് വറി ഏട്ടത്തി, നമ്മള് 3 പേരും സിസ്റ്റേഴ്സ് ആണ്. പരസ്പരം നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഒരാളുടെ ആവശ്യം മറ്റൊരാൾക്കുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. പുറത്തു പോയപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നും എല്ലാം കറക്റ്റായിട്ടാ നടന്നതെന്നും അമ്മയോട് പോയി പറയണം. അത് കഴിഞ്ഞ് പാദപൂജയൊക്കെ ചെയ്യണം. പാദപൂജയല്ല ഏട്ടത്തി, വസുവേട്ടത്തേക്ക് അഭിഷേകമേ ചെയ്തേക്കാം. വാ വാ വസു. എന്താ പിള്ളേരെ, പോയ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നോ?
പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇളയമ്മേ. എല്ലാം നന്നായിട്ട് തന്നെ നടന്നു. അങ്ങനെയാണോ വസു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ വിവരം കെട്ടവള് വല്ലതും കാണിച്ചോ എന്തോ? എഴുത്തി, നിങ്ങളെ 2 മരുമക്കളും വന്നു. നിങ്ങൾ എത്തിയോ? എല്ലാം മംഗളകരമായിരുന്നില്ലേ? തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു തടസ്സം ഉണ്ടായില്ലമ്മേ. എല്ലാം നന്നായിട്ട് തന്നെ നടന്നു. അങ്ങനെയാണോ? എല്ലാം ദേവിയുടെ അനുഗ്രഹം. അബി, അഖിൽ, ഭാസ്കർ വന്നോളൂ. ഭവനെ പോയി തട്ടം കൊണ്ടുവാ. ശരി അമ്മേ. അമ്മേ, അങ്ങോട്ട് നിൽക്കേ. നിങ്ങൾ രണ്ടുപേരും ഭർത്താവിന്റെ നെറ്റിയിൽ പൊട്ടുവെച്ച് കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തോളൂ. ഭാവനെ, അമ്മേ, കാല് കഴുകുന്ന തട്ടുകൊണ്ടുവാ. ഇനി നിങ്ങൾ രണ്ടുപേരും ഭർത്താവിന്റെ കാൽ കഴുകി അനുഗ്രഹം വാങ്ങിച്ചോളൂ.